നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേമാണല്ലോ ഇപ്പം നടക്കുന്നത്. ഈ മൂന്നാമത്തെ ടേം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭയം എനിക്ക് തോന്നുന്നു. നേരത്തെ ആ ഭയം നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നില്ല. താൻ ചെയ്യുന്നതെല്ലാം ഇന്ത്യൻ ജനത ശരിവെക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആരൊക്കെയോ പകർന്നു നൽകിയിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പക്ഷെ അങ്ങനെ പോരാ, ചില നിയന്ത്രണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ വേണ്ടതുണ്ട് എന്നതിന്റെ കൂടി സൂചനയാണെന്ന് തോന്നുന്നു. സമീപകാലത്ത് പുറത്തു വന്ന ഒരു വാർത്ത, ഇപ്പൊ നമ്മളിപ്പോ ഒരു സാമൂഹ്യ മാധ്യമത്തിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു നിയമം രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നു എന്ന ഒരു ശ്രുതിയാണ് പൊതുവിൽ പരക്കുന്നത്. അതിനെ സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്താവും ഈ ഒരു ഘട്ടത്തിൽ മൂന്നാം തവണയും അധികാരത്തിൽ വന്ന് അതിന്റെ ഭരണം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ അത്തരമൊരു നിയമം സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് പുതിയ കാലത്തിന്റെ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ സാമൂഹ്യ മാധ്യമത്തിന് അനുദിനം ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരികയും പ്രസക്തി വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു നിയമനിർമ്മാണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നത് സാമാന്യമായി പറഞ്ഞാൽ എന്തുകൊണ്ടാകും? ഞാൻ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാജ്ദീപ് സർദേശായി, നമ്മുടെ ഇന്ത്യ ടുഡേയുടെ അയാളുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷനിൽ മൂപ്പര് യൂട്യൂബൊക്കെ അന്ന് നമുക്കൊക്കെ യൂട്യൂബ് എടുക്കാൻ അറിയാം, പക്ഷെ നമ്മളെ നാട്ടില് ഒരുപാട് ആൾക്കാർക്കൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ്. അന്ന് ആ സമയം നടക്കുന്ന സമയത്ത് അദ്ദേഹം ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയെ കുറിച്ചായിരുന്നു അന്ന് ടോപ്പിക്. ആള് പറയാ TV ചാനലുകളുടെ ഒക്കെ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു കാലം വരാൻ പോവാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ TV ചാനലുകളായി മാറാൻ പോവാണ്. ബ്രോഡ്കാസ്റ്റിംഗ് എന്നും പറയുന്നത്, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ് എന്നൊക്കെ പറയുന്നത് ഓരോ വീടുകളിൽ ഉണ്ടാവാൻ പോകുന്ന കാലം വരാൻ പോവാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സത്യത്തിൽ അവിടെയുള്ള പകുതിയിൽ കൂടുതൽ ആളുകൾക്കും എന്താണ് ഇദ്ദേഹം പറയുന്നത് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാനത് കേട്ടിട്ട് ഇയാൾ എന്ത് വർത്താനായി പറയണേ, ടെലിവിഷന് പകരം മൊബൈലുകളിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് ആളുകൾ ന്യൂസിനെ വിശ്വസിക്കുന്ന ഒരു കാലം വരുന്നോ? സത്യം പറഞ്ഞാൽ ഇയാൾക്ക് ഭ്രാന്താണോ എന്ന് ഞാനെന്ത് സത്യം ഒരു പക്ഷെ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും പരിപാടി ഒന്ന് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ശരിക്ക് ഇയാൾക്ക് ഭ്രാന്താന്ന് വിചാരിച്ചു. പക്ഷേ അതെ അയാളെ കുറിച്ച് എന്നെ മോശമല്ലേ പറയുന്നത്. പക്ഷെ ഞാനെന്ന് പറഞ്ഞു, അയാളെ പോലുള്ള ഒരു ജീനിയസ് എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാവുക. അയാൾ ഒരു 5 വർഷം മുമ്പേ 6 വർഷം മുമ്പേ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മള് മോദി എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങിയത്. സത്യത്തിൽ മോദി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായത് തന്നെ സോഷ്യൽ മീഡിയയുടെ ഭൂമിയിലൂടെയാണ്. അതെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, സെൽഫ് മാർക്കറ്റിംഗിന്റെ ഏറ്റവും ലോകത്തിലെ തന്നെ സെൽഫ് മാർക്കറ്റിംഗിന് ഒരു ടൈപ്പ് സ്റ്റഡി നടത്താൻ പറ്റുമെങ്കിൽ മോദിയായിട്ട് എനിക്ക് ഒരു രാഷ്ട്രീയപരമായ ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ മോദിയിൽ നിന്ന് ഒന്ന് പഠിക്കണം എന്ന് എന്നോട് ഒരാൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മോദീനെ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം, എങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു നെറേഷനെ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കാം, അതിനെങ്ങനെ സോഷ്യൽ മീഡിയയെ അതിനെ കൃത്യമായി ഉപയോഗിക്കുകയും ഒരു സാധാരണ ഒരു RSSകാരനിൽ നിന്ന് മുഖ്യമന്ത്രിയും പിന്നീട് ഒരു പ്രധാനമന്ത്രി ആകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയന്റെ പൊട്ടൻഷ്യൽ അങ്ങനെ ഉയർന്നു വന്ന ഒരു പ്രതിച്ഛായ ആയതുകൊണ്ടാണോ, അങ്ങനെ ഉയർന്നു വന്ന അധികാരം പിടിച്ചെടുത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണോ ഈ സോഷ്യൽ മീഡിയ അദ്ദേഹം സഞ്ചരിച്ച പാതയിലൂടെയല്ല തനിക്ക് അഭിമുഖമായി അല്ലെ തനിക്ക് നേരെ എതിരെ കടന്നു വരുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണോ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നത്? അല്ല, ഇത് 2 തരത്തിലാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്റെയും, പക്ഷെ നമുക്ക് ഒരു കാര്യം ആലോചിക്കാനുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്ത് നമുക്ക് ചിലത് ചിന്തിക്കേണ്ടതുണ്ട്. മനസ്സിലായി? അങ്ങനെ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്ത് 2 തരത്തിലും ചിന്തിക്കാം. രാഷ്ട്രീയത്തിൽ നിന്നും ചിന്തിക്കാം, രാഷ്ട്രീയത്തിനപ്പുറത്തും ചിന്തിക്കാം. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ കണ്ടന്റുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ള സത്യമാണ്. വായി തോന്നുന്നത് ഓരോരുത്തരും വിളിച്ചു പറയാണ്. അതിനൊന്നും ഒരു ആധികാരികതയും വേണ്ട. മനസ്സിലായി? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് തെറ്റായ ഇൻഫർമേഷൻ പ്രചരിക്കും. പ്രത്യേകിച്ചും
ഈ AI കാലഘട്ടത്തിൽ ഒരാളെ ഫേക്ക് ന്യൂസ്, ഒരാളുടെ വ്യക്തിത്വത്തെ തന്നെ തേജോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടില്ലേ, അംബാനി സംസാരിക്കുന്നത് പോലെ ഒരു എന്താ പറയാ, ഒരു കറൻസി എന്താ പറയാ, എന്തോ തരത്തിലുള്ള ഒരു തട്ടിപ്പ്. അത് അംബാനി സംസാരിക്കുന്നത് തന്നെയാണ് കണ്ടാൽ ആർക്കും തോന്നിപ്പോകും. അല്ല, AI-യുടെയും ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡീപ് ഫേക്ക് വീഡിയോകളും മറ്റൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ നിയമം നിർബന്ധമായിട്ടും നിയമം വേണം. അല്ല, ഓൾറെഡി വാർത്താ വിതരണ പ്രക്ഷേപണ രംഗത്ത് അത് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയുടെ അവതാരത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പുള്ള അവതാരങ്ങളിൽ അതിപ്പം അച്ചടി മാധ്യമമാണെങ്കിലും ശബ്ദമാധ്യമമാണെങ്കിലും പിന്നീട് വന്ന വിഷ്വൽ മീഡിയ, ടെലിവിഷൻ സ്ക്രീനുകൾ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നേ. ആ നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് കൊണ്ടുവരുന്നതിന് നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല. അല്ല, ഇതിന്റെ നെഗറ്റീവായി, പക്ഷെ നെഗറ്റീവായി മാത്രം കാണേണ്ടതില്ല. നെഗറ്റീവായി കാണേണ്ടതില്ല ഞാൻ പറയില്ല, നെഗറ്റീവായി മാത്രം കാണേണ്ടതില്ല. ഇതിന് നമുക്ക് ഇപ്പൊ പോസിറ്റീവായി കാണാം. പക്ഷെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ, നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഇന്ദിരാഗാന്ധി എന്ന് ടൈപ്പ് ചെയ്യാം. ഇന്ദിരാഗാന്ധി എന്ന് ടൈപ്പ് ചെയ്താൽ അതിന്റെ ഉള്ളില് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നിലനിൽക്കുന്ന യഥാർത്ഥ വിവരങ്ങളെക്കാൾ 100 മടങ്ങ് കൂടുതൽ ഫേക്ക് ന്യൂസ് ആണ്. എന്ന് വെച്ചാൽ അവര് ഒരു എന്താ പറയാ, ഒരു കാമഭ്രാന്തി പിടിച്ച പെണ്ണുങ്ങളാണ് എന്ന് തെളിയിക്കാൻ തക്കവണ്ണം മാത്രമുള്ള ഫോട്ടോസൊക്കെ മോർഫ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരെ ജവഹർലാൽ നെഹ്റു എന്നൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ പറയേ വേണ്ട. മനസ്സിലായി? അപ്പോ വക്രീകരിക്കപ്പെട്ട ചരിത്രങ്ങള് സത്യത്തിൽ ഇത് നന്നായി നടപ്പിലായാൽ ഏറ്റവും ഗുണം കിട്ടുന്നത്, മനസ്സിലായില്ലേ, കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും. വലിയ തോതിൽ. പക്ഷെ ഇതേ സമയം തന്നെ അതൊക്കെ എൻക്രിപ്റ്റഡ് ആവും. അതൊക്കെ ചരിത്രത്തിന്റെ പുറത്തുനിന്നുള്ള സാധനങ്ങളാണെങ്കിൽ അത് പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ നെഗറ്റീവായി മാത്രം കാണേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ പ്രസക്തി. പക്ഷെ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിന് പിന്നിൽ ഞാൻ ഇങ്ങനെ ഒരു കാരണമാണ് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുക? ധ്രുവ് റാട്ടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിലെ ചർച്ചയെ വഴിതിരിച്ചു വിട്ട, അല്ലെങ്കിൽ അതിന്റെ അൽഗോരിതത്തിൽ മാറ്റം വരുത്തി എന്ന് പോലും പറയാവുന്ന തരത്തിൽ ഒരു വ്യക്തി ഈ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ പോലൊരു വാസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന തരത്തിൽ വന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ക്യാമ്പയിനെ വലിയ തോതിൽ അതിന് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നതിന്റെ ഭാഗമായി അത്തരത്തിൽ ഇനിയും ആളുകൾ വരാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ, അതുകൂടാതെ അതൊരു ഏറ്റവും പുതിയ ജനറേഷൻ എന്ന് ധ്രുവ് റാട്ടിയെ നമുക്ക് പറയാം. അതിനു മുമ്പുള്ള രവീഷ് കുമാർ ആണെങ്കിലും കരൺ താപ്പർ ആണെങ്കിലും ബർക്ക ദത്തെ ആണെങ്കിലും ഇങ്ങനെ തുടങ്ങി മാധ്യമങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്നവർ പരമ്പരാഗത മാധ്യമങ്ങളുടെ വേലിക്കെട്ടുകൾ കടന്ന്, അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് കീഴിൽ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് കണ്ട് അവരൊരു ഓൺലൈൻ ചാനൽ, സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്ഥാപിച്ച് അതിലൂടെ വലിയ തോതിൽ പ്രേക്ഷക വൃന്ദത്തെ ആകർഷിക്കുന്ന നിലയിലേക്ക് പോകുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ധ്രുവ് റാട്ടി ഉൾപ്പെടെയുള്ള അതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ പേരുകളുണ്ട്. അവരൊക്കെ അതിന്റെയൊക്കെ ഭാഗമായി ഇതൊരു മെയിൻ സ്ട്രീം മീഡിയയായി മാറുമോ എന്ന ഭയമാണോ ഇതിന്റെ പിന്നിൽ എന്ന് സ്വാഭാവികമായും ചോദിച്ചു പോയാൽ എങ്ങനെയാണ് അതിന്? തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു, ഇതിനെ നെഗറ്റീവായി മാത്രം കാണേണ്ടതില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഇതിന് നെഗറ്റീവായി മാത്രം കാണേണ്ടതില്ല എന്ന് ഞാൻ പറയുമ്പോൾ നെഗറ്റീവായി കാണേണ്ട വശമുണ്ട് എന്നുള്ളത് അണ്ടർലൈനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400+ എന്ന് പറയുന്ന 400 പാർ എന്ന് പറയുന്ന ഒരു എന്തോ 400 പാർ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ കടന്നു, 400 കടന്ന് എന്ന് പറയുന്ന നെറേഷനെ സത്യത്തിൽ ജനങ്ങളൊക്കെ വിശ്വസിച്ച് ഒരു സ്റ്റേജിൽ പ്രതിപക്ഷത്തിന്റെ സാധ്യത തന്നെ ഇല്ലാണ്ടായി പോയൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് ഡിക്റ്റേറ്റർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധ്രുവ് റാട്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ, അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ചലനം ഭയങ്കര ഭീകര. പ്ലസ് ഒരു പർട്ടിക്കുലർ എം പിയും പിന്നെ അതിനോടനുബന്ധപ്പെടുത്തി 1-2 സ്ഥലങ്ങളിലെ പ്രാദേശിക BJP നേതാക്കളും ഞങ്ങൾ അധികാരത്തിൽ വന്നാല് മറ്റേ ഭരണഘടന തിരുത്തി എഴുതും എന്ന് പറഞ്ഞ തരത്തിലുള്ള വ്യക്തമായ തെളിവോടുള്ള എന്ത് പറഞ്ഞു പ്രഭാഷണം പറഞ്ഞു. അനന്തകുമാർ ഹെഗ്ഡെ, അതും അരുൺ ഗോവിൽ, ഇവര് അതെ. ഇപ്പറഞ്ഞ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പറഞ്ഞ ആളുകളുടെ ടോക്കുകൾ കംപ്ലീറ്റും ഇതിലൊക്കെ ആർക്ക് റോളുണ്ട്? സോഷ്യൽ മീഡിയ റോളുണ്ട്. അവിടം തൊട്ടാണ് ജനം ഇതിനെക്കുറിച്ച് ഇത്ര ആത്മവിശ്വാസത്തോടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ മേലെ കുതിര കയറാൻ പാടുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നതും
ആ ചിന്തയെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ BJP സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു നെറേഷനെ ഇല്ലാണ്ടാക്കിയത് തീർച്ചയായിട്ടും ആര് തന്നെയാണ്? ധ്രുവറാട്ടി തന്നെയാണ്. ധ്രുവറാട്ടി എന്നല്ല, സോഷ്യൽ മീഡിയ. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ധ്രുവറാട്ടി. രവീഷ് കുമാറിന്റെ പ്രതി ധ്രുവറാട്ടിനേക്കാളും രവീഷ് കുമാർ അപകടകാരിയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, രവീഷ് കുമാർ സംസാരിക്കുന്നത് സാധാരണക്കാരന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹിന്ദിയാണ്. ധ്രുവറാട്ടിയുടേത് ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്. അത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് അതിനെ കൃത്യമായിട്ട് സ്ഥാപിക്കുന്ന ഒരു രീതിയാണ്. രവീഷ് കുമാറിന്റെ അങ്ങനെയല്ല. രവീഷ് കുമാർ വൈകാരികമായിട്ട് സാധാരണ ഭാഷയിൽ ജനജീവിതത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് രവീഷ് കുമാറിന്റെയും ധ്രുവറാട്ടിന്റെയും സബ്സ്ക്രിപ്ഷന്റെ റേറ്റ് എടുത്ത് നോക്കിയാൽ എണ്ണത്തിലല്ല കാര്യം, അതിന്റെ ക്രോസ് സെക്ഷനിലായിരിക്കും കാര്യം. എന്ന് വെച്ചാൽ രവീഷ് കുമാറിനെ കൂടുതലും കേൾക്കുന്നത് ഒരുപാട് ആളുകളോട് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ആളായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ധ്രുവറാട്ടിന്റെ വീഡിയോ ഒരാൾ കാണുന്നത് ഒരാളായിരിക്കും. പിന്നെ രവീഷ് കുമാറിന്റെ വില്ലേജസിലെ ഒരാളായിരിക്കും, എല്ലാരെയും കാണിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കും. കൂടാതെ രവീഷ് കുമാർ ഒരു ഇരുത്തം വന്ന അതിന്റെ ഒരു ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടാവും, അദ്ദേഹത്തിന്റെ സംഭവങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു നിയമം വരുന്നു എന്ന് വിചാരിക്കുക, ഏതൊക്കെ തരത്തിലാവും ഈ നിയമം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുക? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു നിയമം വരുമ്പോ അതിൽ പ്രതിപക്ഷത്തിന് വലിയ റോളുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ അതിന്റെ ഡ്രാഫ്റ്റിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മേലെ വെക്കുന്ന ആപ്പായി മാറാതിരിക്കുകയും, പക്ഷെ ഈ നിയമത്തിനെ എതിർക്കാതിരിക്കുകയും ചെയ്യണം പ്രതിപക്ഷം. ഈ ഉദാഹരണത്തിന് ഇപ്പം അൺഫോർച്ചുനേറ്റ് എനിക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എനിക്കറിയില്ല. പ്രതിപക്ഷം ഇതിനെ അന്ധമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു വലിയ വിപത്തിലേക്കായിരിക്കും രാജ്യത്തെ കൊണ്ടുവന്നെത്തിക്കുക. അല്ല, ആ എതിർപ്പ് പ്രതിപക്ഷം വളരെ അംശു നേരത്തെ പറഞ്ഞതുപോലെ അതിനെ പഠിച്ച് ഒരു വാസ്റ്റ് ഒരു കടലാണല്ലോ സോഷ്യൽ മീഡിയ. ഏതെല്ലാം തരത്തിൽ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ തുടങ്ങി ഏതെല്ലാം തരത്തിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടപെടാം. അപ്പൊ അങ്ങനെ ഇടപെടുന്ന സമയത്ത് അതിന് ഏതൊക്കെ തരത്തിൽ അതിന് ഭരണകൂടത്തിന് യോജിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിയമം കൊണ്ടുവരുമ്പോ അത് ഏതൊക്കെ തരത്തിൽ എത്ര വരെ ആകാം ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിന്. കാരണം ഒരു വ്യക്തി, ആമുഖത്തിൽ അംശം സൂചിപ്പിച്ചതുപോലെ, ഒരു വ്യക്തി ഹിംസെൽഫ് അയാൾ ഒരു മാധ്യമ പ്രവർത്തകനായി മാറുന്നു, ഒരു മാധ്യമം തന്നെയായി മാറുന്നു. അദ്ദേഹം അയാൾ ഒരു വലിയ പ്രേക്ഷക വൃന്ദത്തെ അല്ലെങ്കിൽ ഒരു അനുവാചകനെ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ ഒരു വലിയ അട്ടിമറിയാണ് മാധ്യമ രംഗത്തെ സംബന്ധിച്ച് നടക്കുന്നത്. അപ്പൊ അതിൽ ഏതുവരെ ഉള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങളാകാം. പക്ഷെ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ സോഷ്യൽ മീഡിയ ഉള്ളത്, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്ത ഭരണകൂടങ്ങളും രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. അപ്പൊ ഇതിന് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രം മനസ്സിലാക്കേണ്ട നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഓൾറെഡി ഇപ്പൊ സോഷ്യൽ മീഡിയനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഇല്ലാണ്ടൊന്നുമല്ല കേട്ടോ, ഉണ്ട്. സോഷ്യൽ മീഡിയനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഇപ്പൊ ഓൾറെഡി ഉണ്ട്. പക്ഷെ അതൊന്നും ഏറ്റവും നല്ല രീതിയിൽ രാജ്യത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒന്നാമതാണ്. ഇപ്പൊ ഷെയ്ഖ് ഹസീനന്റെ പേരില് ഇത്രയും വലിയ ചെറുപ്പക്കാർക്കിടയിലുള്ള ഭീകരമായ രീതിയിലുള്ള ഈ സാധനം വരാൻ കാരണം പ്രതിഷേധം വന്നു തുടങ്ങിയതിൽ അവർ സോഷ്യൽ മീഡിയയിൽ കയറി ഭയങ്കരമായ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കിയപ്പോഴാണ് ആളുകൾക്കിടയിൽ പിന്നെ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് വിദ്യാർത്ഥികൾക്കെതിരെ നിറയൊഴിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് വലിയ പ്രക്ഷോഭമായിട്ട് അത് മാറുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നിയമം ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ട്, അതിനെ കൂടുതൽ ശാക്തീകരിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകളെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രതിപക്ഷം ശക്തിപ്പറ്റേണ്ടത് പ്രതിപക്ഷത്തിൻ്റെതായ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. ഏത്? ആ ഡ്രാഫ്റ്റിനകത്ത് ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളണം. ഇത് രവീഷ് കുമാറിനെയും ധ്രുവറാട്ടിനെയും പോലത്തെ സർക്കാരിനെ വിമർശിക്കാൻ സാധിക്കുന്ന സ്വതന്ത്രമായി സംസാരിക്കാൻ ധൈര്യമുള്ള ഒരാളുടെ വായ മൂടിക്കെട്ടാനുള്ള നിയമമല്ല എന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യത ഇവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞതാണ് അംശു. കാരണം ഇന്ത്യയിലെ ഏതാണ്ട് 40-42 കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടുള്ള 100-ലധികം ചാനലുകൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ കുഴലൂത്തുകാരായി മാറിയ നമ്മൾ കണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല. അവിടെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാത്തിനെയും അങ്ങനെ നശിച്ചുപോയി എന്ന രീതിയിൽ കാണണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതേ മാധ്യമങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്തകൾ കൊടുക്കാൻ വേണ്ടി ജനം തല്ലി പഠിപ്പിച്ചു. ഇതല്ല ഇന്ത്യയുടെ സ്ഥിതി. ഇന്ത്യയുടെ മാധ്യമങ്ങളെ തൽക്കാലത്തേക്ക് വിലയെടുക്കാൻ പറ്റുമെന്നല്ലേ അത് കാണിക്കുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു ജനാധിപത്യം പുരോഗമിക്കുന്ന സമയത്ത് ജനാധിപത്യം അത് കടന്നു വന്ന വഴിയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണല്ലോ. ആ മുന്നോട്ട് പോകുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ റോൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അതിന് മാധ്യമങ്ങൾ ഒരു അടച്ചിട്ട മുറിയിലിരുന്ന്
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡിറ്ററുടെ കത്രികയ്ക്ക് വിധേയമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം തുറന്ന രീതിയിലേക്ക് ആളുകളിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായമാണല്ലോ അല്ല അങ്ങനെ പൂർണ്ണമായി അല്ലല്ല അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം വെച്ചാൽ പൂർണ്ണമായും തുറന്നു കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അപ്പൊ അത് പൂർണ്ണമായും തുറന്നു കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് വിപത്തുകളിലേക്കുള്ള ഒരു വഴി. അങ്ങനെ തുറന്നു കൊടുക്കാൻ പാടില്ല, തുറന്നു കൊടുക്കരുത് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള സംവിധാനമാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നിയമം ഉണ്ടാക്കുന്നത്. അതിനെ ഏതെങ്കിലും തരത്തിൽ അതിന്റെ വാസ്റ്റ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു വൈപുല്യം തിരിച്ചറിയാതെ അല്ലെ മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് സിമ്പിൾ ഒരു ചോദ്യം ചെയ്യും. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധിനെ കുറിച്ച് ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റ് വീഡിയോസ് നിങ്ങൾ കുറച്ചൊന്ന് കേട്ടു നോക്കുക, അന്നേരം മനസ്സിലാവും. ഗാന്ധിനെ കുറിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് 10-40 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാർ വിശ്വസിക്കില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ അന്ന് പ്രവചിച്ച ആ മനുഷ്യനെ കുറിച്ച് വ്യക്തമായി അത് പറയുന്ന രീതി, ഇദ്ദേഹം ഒരു പെണ്ണുപിടിയനാണ് എന്ന് വരുത്തക്ക രീതിയിലുള്ള വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് ചുമ്മാ നോക്കിയാൽ കാണും. ഇതിനൊന്നും ആരും നിയന്ത്രിക്കുന്നില്ല. അപ്പൊ വീഡിയോ കണ്ടന്റുകളിലും വാർത്തകളിലും നിയന്ത്രണം വേണം എന്നുള്ളതിലും ഒരു സംശയം എനിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ വേണം. അതിന്റെ ഉദ്ദേശശുദ്ധി അത് കൃത്യമായി നിയമത്തിന്റെ പുറത്ത് എന്തായിരിക്കണം ഓക്കെ എഴുതി കൺക്ലൂഡ് ചെയ്യാം അല്ലെ. അങ്ങനെ വരുമ്പോ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് പൂർത്തിയാക്കാം. നമ്മള് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ചിന്ത ഇത്ര മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇനി മുന്നോട്ട് വരുന്ന ഈ നിയമങ്ങള് സ്പെസിഫിക്കലി ടാർഗറ്റഡ് ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സ്പെസിഫിക്കലി ടാർഗറ്റഡ് ആണ്. അതെ, എന്നുവെച്ചാൽ തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ എന്തും പറയാൻ അനുവദിക്കുകയും തങ്ങൾക്കെതിരെ പറയുന്ന ആളുകളെ മാത്രം വായ്മൂടിക്കെട്ടാനും ആണ് ഈ നിയമം ഉപയോഗിക്കുന്നതെങ്കിൽ, നിയമമാണെങ്കിൽ ഏകപക്ഷീയമായി അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. അല്ല അപ്പോഴാണല്ലോ സോഷ്യൽ റവല്യൂഷനും പ്രക്ഷോഭമൊക്കെ ആരംഭിക്കുക. അന്നേരം നമുക്ക് ബാക്കി കാണാം. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. അപ്പൊ നമുക്ക് ബാക്കി കാണാന്നുള്ളതാണ്.